തമിഴ്നാട്, ബീഹാർ, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉടൻ നടത്തും. 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി ലക്ഷ്യം വെച്ച് നടക്കുന്ന പുനഃസംഘടനയിൽ സംസ്ഥാനത്ത് നിന്നും അനിൽ ആന്റണിക്ക് സാധ്യത തെളിയുന്നുണ്ട്. സംസ്ഥാനത്ത് ക്രൈസ്തവ സഭകളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന നീക്കങ്ങൾക്ക് ഊർജ്ജം പകരുന്ന രീതിയിലാകും അനിലിന്റെ മന്ത്രിസഭാ പ്രവേശനം. മുതിർന്ന കോൺഗ്രസ് നേതാവായ AK ആന്റണിയുടെ മകൻ കൂടിയായ അനിലിനെ ക്രൈസ്തവ സഭകളുമായുള്ള ബന്ധം സുദൃഢമാക്കാൻ ഉപയോഗിക്കാനാവുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നിലവിൽ സ്ഥാനമൊഴിഞ്ഞ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന് പകരം പുതിയ നിയമനം ബീഹാറിൽ നിന്നും നടന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനു പുറമെ സംഘടനാ തലത്തിലും ചില നിയമനങ്ങൾക്ക് സാധ്യതയുണ്ട്. BJP ദേശീയ അധ്യക്ഷ പദവിയിലും പുതിയ അധ്യക്ഷൻ നിയമിതനാകും. JP നദ്ദ സ്ഥാനമൊഴിയുന്നതോടെ പല പേരുകളും ഉയർന്നു കേൾക്കുന്നുമുണ്ട്. BJP ദേശീയ നേതൃത്വം വനിതാ അധ്യക്ഷയെ പരിഗണിക്കുന്നതായും സൂചനകളുണ്ട്. നിലവിൽ കേന്ദ്രമന്ത്രിയായ നിർമ്മലാ സീതാരാമന് പുറമെ D പുരന്ദേശ്വരിയും പരിഗണനാ പട്ടികയിലുണ്ടായിരുന്നു. സംസ്ഥാനത്ത് നിന്നും ദേശീയ സംഘടനാ തലത്തിലേക്ക് K സുരേന്ദ്രൻ, V മുരളീധരൻ എന്നിവരിൽ ഒരാൾ പരിഗണിക്കപ്പെട്ടേക്കുമെന്നും കരുതപ്പെടുന്നുണ്ട്. നിലവിൽ ഗോവ ഗവർണറായ ശ്രീധരൻ പിള്ള സ്ഥാനമൊഴിഞ്ഞപ്പോൾ സദാനന്ദൻ മാസ്റ്ററെ പാർട്ടി രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഉപരാഷ്ട്രപതി പദവിയിലേക്ക് ബീഹാറിൽ നിന്നുള്ള ജനതാദൾ യുണൈറ്റഡ് നേതാവായ ഹരിവംശ് സിംഗിന്റെ പേര് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെടുന്നുണ്ടെന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ BJP വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് പാർട്ടി നയങ്ങളോട് പൂർണ്ണമായി ചേർന്ന് നിൽക്കുന്ന പാർലമെന്ററി പരിചയമുള്ള ഒരാൾ തന്നെ ആയിരിക്കണം അടുത്ത ഉപരാഷ്ട്രപതി എന്നാണ്. അങ്ങനെയാണെങ്കിൽ രാജ്നാഥ് സിംഗിനോ JP നദ്ദയ്ക്കോ സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷം ശനിയാഴ്ചയോടെയായിരിക്കും ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക. സംസ്ഥാനത്ത് നിന്നും മന്ത്രിസഭാ പുനഃസംഘടനയിൽ അനിൽ ആന്റണി കൂടി പരിഗണിക്കപ്പെട്ടാൽ 3 മന്ത്രിമാർ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും. ഇതിനു പുറമെയാണ് ഒരു രാജ്യസഭാംഗത്തെ കൂടി സംസ്ഥാനത്ത് നിന്ന് നൽകിയത്. ഇതല്ലാതെ ഇനിയൊരു പാർലമെന്ററി പദവിക്ക് സാധ്യത കുറവാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന് ഒരു പദവി പ്രതീക്ഷയുണ്ട്. അദ്ദേഹം അധ്യക്ഷനായിരിക്കുന്ന കാലത്താണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വമ്പൻ വിജയമുണ്ടായത്. തന്നെയുമല്ല, ഈഴവരെ വ്യാപകമായി തഴഞ്ഞുവെന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുരേന്ദ്രനിലൂടെ ഈഴവ് വിഭാഗത്തിന്റെ പ്രാതിനിധ്യം അരക്കെട്ടുറപ്പിക്കാനും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് സാധിക്കുമെന്നും കരുതപ്പെടുന്നുണ്ട്.